അല്ല, ഇന്നത്തെ യോഗത്തിലെ ഒരു നമ്മൾ മൾട്ടിപ്പിളായിട്ടുള്ള ഇഷ്യൂസ് എല്ലാ മാസം ചെയ്യുന്നതുകൊണ്ട് ഇപ്പം വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓൺലൈനിൽ വരുന്ന റേറ്റിങ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഫിലിമിൻ്റെ ഈ റിവ്യൂ ബോംബിങ്, ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വിഷയവും ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി സിനിമയിലുള്ളവരെ വളരെ മോശപ്പെട്ട ഡിമീനിങ് കമൻറ്റ്സ് വെച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറ്റൻഡിങ് മെമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത്, ഇൻഡസ്ട്രിയെ ഒന്നടങ്കം. അപ്പോൾ അത് സിനിമയുടെ പാർട്ടായിട്ട് നിന്ന് റിവ്യൂ ചെയ്യുകയും അത്തരം കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ ബോർഡേഴ്സ് ക്രോസ് ചെയ്തുകൊണ്ട്, ബൗണ്ടറീസ് ക്രോസ് ചെയ്തുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ സിനിമയും സിനിമാക്കാരെയും അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരാൾ പ്രവർത്തിച്ചു. വേറെ പലരും അത്തരത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ റേറ്റിങ്സും അപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം കർണാടകത്തിലും തെലുങ്കാനയിലുമൊക്കെ ഇപ്പം ഒരു കോർട്ട് ഓർഡറാണ്, ഒരു പ്രൊഡ്യൂസറുടെ ടെമ്പററി ഇൻജങ്ഷൻ, ഡിഫൻഡൻസ് ഇതെന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, LLC, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും പടം റേറ്റ് ചെയ്യുന്നതിനെതിരെ ഒരു നിർമ്മാതാവ് മേടിച്ചിട്ടുള്ള ടെമ്പററി ഇൻജക്ഷനാണ്. അതുതന്നെയാണ് ഇത് അടുത്ത പടത്ത് കർണാടകത്തിൽ ഇത് ബംഗളൂരു കോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഓർഡറാണ്. ഇതൊക്കെ സമാനമായിട്ടുള്ള സിനിമകളെ മോശപ്പെടുത്തിയ രീതി, റിവ്യൂ എന്ന പേരിൽ ആൾക്കാരെ ബോഡി ഷെയിം ചെയ്യുകയും ആർട്ടിസ്റ്റിനെ മോശപ്പെടുത്തുകയും ഡയറക്ടേഴ്സിനെ ചീത്ത വിളിക്കുകയും എല്ലാം ചെയ്യുന്ന ഈ ഒരു പ്രൊഡ്യൂസറുടെ പ്രൊഡക്റ്റ് ഭയങ്കര മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാര്യം വരികയും അതിനേക്കാൾ ഉപരി കറുപ്പ് എന്ന് പറയുന്ന പടം ബുക്ക് മൈ ഷോയിൽ റേറ്റിംഗ് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് ഡിസേബിൾഡ് ആസ് പെർ കോർട്ട് ഓർഡർ നിർമ്മാതാവ് പോയി വാങ്ങിച്ച് സംഭവിച്ചത് ഓഫ് ലേറ്റ് വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സാണ്. അപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത് അലൗ ചെയ്യപ്പെടുന്ന രീതിയിലുള്ള അലൗ ചെയ്യാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രി കോപ്പറേറ്റ് ചെയ്യുമ്പം അതിൻ്റെ അപ്പുറത്തേക്കുള്ള എക്സ്റ്റെൻറ്റിലേക്ക് ആൾക്കാർ പോകുമ്പോൾ അത് ഞങ്ങൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യണമെന്നാണ് ഇന്നത്തെ കമ്മിറ്റിയുടെ തീരുമാനം. അത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുക്കുകയും അത് ഗവൺമെൻറ് പരമായിട്ട് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ഒപ്പം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കേസ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തീരുമാനമായിട്ട് എടുത്തിട്ടുള്ളത്. അതെ, ഒരു റേറ്റിംഗ് വരാതെ കറുപ്പ് പടം സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. അല്ല, ഇത് ഈ റിവ്യൂസ് ആൻഡ് റേറ്റിങ്ങിനെ സംബന്ധിച്ച് കോമൺ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തൊരു കേസുണ്ട് ഹൈക്കോടതിയിൽ. നേരത്തെ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേനും ഒരു പ്രൊഡ്യൂസർ കൊണ്ട് കൊടുക്കുകയും കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കോടതിയിൽ നിന്ന് ഒരു കൺക്ലൂസീവ് വിധി വന്നിട്ടില്ല. ആ വിധിക്ക് വേണ്ടി ഇപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യാൻ മിനിയാന്നും അത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ആ ഇഷ്യൂവിൻ്റെ പുറത്ത് തന്നെ തൊട്ടു മുമ്പുള്ള സർക്കാർ മന്ത്രി വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ ഇഷ്യൂ അവിടെ അഡ്രസ്സ് ചെയ്യുകയും സർക്കാർ ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് ഇത് ചെയ്യണമെന്ന് വേണ്ടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർക്കാരും കൂടെ കക്ഷി ചേരുന്നുള്ള ലെവലിലാണ് അന്നത്തെ മീറ്റിംഗ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ അത്തരം ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേനും പബ്ലിക് ഡൊമൈനിൽ എല്ലാവരും അറിയണം. റേറ്റിങ്ങോ നല്ല രീതിയിലുള്ള കാര്യങ്ങളോ ഒക്കെ മുമ്പോട്ട് പോകുന്നതിന് തെറ്റില്ല. പക്ഷേ സിനിമയെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുകയും ഇത് വേറൊരു ഹുളിഗനിസത്തിലേക്ക് പോകുന്ന ലെവലിൽ ഒരു കാരണവശാലും ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയ ഒരു വെളുമ്പെറുമ്പായിട്ട് വന്നിട്ട് ആർക്കും എന്തും വിസർജിക്കാമെന്നുള്ള ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സിനിമയെ യൂസ് ചെയ്ത് അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ എല്ലാ നിയമവഴികളും നോക്കി മുമ്പോട്ട് പോകുന്നതാണ് പറയാനുള്ളത്. അത് ഒരു 2-3 ഫോൾസിലായിട്ടുള്ള കാര്യങ്ങളായിട്ട്, കാരണം ഫസ്റ്റ് ഒരു ലെവലിൽ നിന്ന് ഗവൺമെൻറ്റിലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അഗെയിൻ പുതുതായിട്ട് വന്ന ഗവൺമെൻറ് ശ്രദ്ധയിലും പെടുത്തും. അതിനോടൊപ്പം തന്നെ പാരലായിട്ട് തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ, അത് ആ സിനിമകൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻസ് എന്ത് കിട്ടണം. കാരണം അതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാതാവിൻ്റെ വിലപ്പെട്ട കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതല്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അവരതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ആൻസർ ചെയ്യണം. ഞങ്ങളിത് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ. കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് ഒരു മീറ്റിംഗ് വിളിച്ചു. ഞങ്ങൾ ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്ന് പോയി ഇത് ചെയ്തപ്പോഴത്തേനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് ഒരാൾ പോലും അവിടെ വന്നിട്ടില്ല. അവിടെ മീറ്റിംഗ് നടന്ന സംഭവം പറയുന്നത്.
സോ ദേ ആർ ഓൾസോ ഇൻ ദ ആംബിറ്റ്. US ഡോളറിൽ വരുന്നതുകൊണ്ട് ഇന്ത്യയുടെ നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവർക്ക് അതനുസരിച്ച് തന്നെ പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. ഇത് എന്തും ആകാം എന്നുള്ള ലെവലിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഡിസിഷൻ മേക്കേഴ്സ് അല്ല, അഫക്റ്റഡ് പാർട്ടീസാണ്. അത് അതിൻ്റേതായ ഫോറത്തിൽ, അപ്രോപ്രിയേറ്റ് ഫോറത്തിൽ ഞങ്ങൾ റേസ് ചെയ്ത് ഇതിന് ഒരു നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെ, എക്സാക്ട്. അല്ല, അതൊരു വളരെ പെർട്ടിനന്റ് ക്വസ്റ്റ്യനാണ്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഒരു ഒബ്സർവേഷൻ നടത്തുകയും അതൊരു കോർട്ട് ഓർഡറായിട്ട് വന്നിട്ടില്ല. ഞാനതാ പറഞ്ഞത്, കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനാണ് അതിനെ ബേസ് ചെയ്തിട്ട് ഈ റാഹേൽ മകൻ കോരായുടെ നിർമ്മാതാവ് കൊടുത്ത കേസിനോടൊപ്പം കക്ഷി ചേരുകയും ആ കേസ് അൺഫോർച്ചുനേറ്റ്ലി ഒരു കൺക്ലൂസീവായിട്ടുള്ളൊരു വേർഡിക്റ്റ് വന്നിട്ടില്ല. അപ്പോഴും ഞങ്ങൾ എഫക്റ്റഡ് പാർട്ടീസായിട്ട് നിൽക്കുക. അത് ഡിലേ ആകുമ്പോഴത്തേനും അത് ഫോളോ അപ്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട്. നടത്തുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈവൻ സെൻട്രൽ ഗവൺമെൻറ് വരെ നോട്ടീസ് സെർവ് ചെയ്തിട്ട് അവരെന്തോ ഗൈഡ് ലൈൻസോ കാര്യങ്ങളോ ഇറക്കും, ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് ഇറക്കും എന്ന് പറഞ്ഞിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ കോർട്ടിൻ്റെ ഇത് പെൻഡിങ് ഡിസ്പോസലായിട്ട് ഒരു നടക്കുമ്പോൾ വേറെ സൈഡിൽ കൂടെ അപ്പം ഇപ്പം ചോദിച്ച് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇത് മൂവ് ചെയ്തിട്ട് അതിൻ്റെ വരാത്തപ്പോൾ ഇപ്പം തൊട്ടടുത്ത സ്റ്റേറ്റുകളിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. നിയമപരമായിട്ടുള്ള ചില വേർഡിക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അല്ല, അതൊരു കണക്കിന് ടോട്ടലി ഇതുകൊണ്ട് ഒരു പെർസെൻറ്റേജ് ഓഫ് ബ്ലെയിം പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്ത്, കാരണം ഇത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു സംഭവമായിട്ട് വന്നിട്ട് ഇത് വേറെ ഏതൊരു ലെവലിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് പ്രൊമോഷണൽ ആക്ടിവിറ്റി ആണോ അതാ ഞാൻ പറഞ്ഞത്, പ്രൊമോഷണൽ ആക്ടിവിറ്റിയെക്കാളും കൂടുതൽ മറ്റേ എയോ ബിക്കോ മോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കാൻ വേണ്ടിയിട്ട് അത് സിനിമയുടെ കോസ്റ്റിൽ ഇപ്പം ഞാനിത് ഈ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിലുള്ള റേറ്റിംഗ്സ് ഉണ്ടെങ്കിൽ ഇവിടെ അതും പ്രൊഡ്യൂസേഴ്സിന് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു. ഇപ്പോൾ ഈ പർട്ടിക്കുലർ പടത്തിന് അത് നോ റേറ്റിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ട് ഓർഡർ വെച്ചിട്ട് അവർ റേറ്റിംഗ്സ് ഇല്ലാതെയാണ് ആ പടം ആൾക്കാർ പോയി കണ്ടിരിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് മോഡ്സ് പലതുമുണ്ട്, അതെല്ലാം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. പക്ഷേ അതല്ല, ഇതിൻ്റെ വേറൊരു ലൈനിലേക്ക് പിന്നെ അത് പർട്ടിക്കുലറായിട്ട് നമ്മളൊരു കേസായിട്ട് സംഭവം ചെയ്യുന്ന ഒരു പിൻ പോയിന്റ് ചെയ്തൊരു വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞ അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ വളരെ മോശപ്പെട്ടു. ഇപ്പം മാധവ് സുരേഷിനെ പുള്ളി അബ്യൂസ് ചെയ്യുന്നത്, പുള്ളി വിളിക്കുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ, എടാ സുരേഷ് ഗോപിയുടെ മോനെ എന്നാണ്. ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അയാൾക്കുണ്ടാവണമല്ലോ. ഞാനിതിനകത്ത് രാഷ്ട്രീയ സംഭവമൊന്നുമില്ല. എന്നിട്ട് അത് കമ്പയർ ചെയ്യുന്നു. ധ്യാൻ ശ്രീനിവാസിൻ്റെ മകൻ, അയാൾ ഭയങ്കര ഗ്രേറ്റാണ്. കാരണം ഞാൻ പറഞ്ഞതിനകത്തൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. ഈ അശ്വന്ത് ഗോക്കിനുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു അലിഗേഷൻ, ഒരു ഫിംഗർ പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെതിരെ രോഷകൂലനായിട്ട് വേറൊരു ആംഗിളിൽ വെല്ലുവിളിച്ച് എന്തൊക്കെ ഫ്രേസസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പുള്ളി. സിനിമയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെ ഇവിടെ ആരും അബൌ ദ ലോയോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല.